ഹലോ, ഞാനേ ഇത്തിരി നേരം ഫ്രീ ആയപ്പോൾ വീടിൻ്റെ മുകളിലോട്ട് കയറിയതാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് കുറച്ച് ദിവസമായി എന്നിട്ട് വെയിലും മഴയും കൊണ്ട് കുറച്ച് കറ്റാർവാഴ തയ്യൊക്കെ ചെറിയ ചെറിയ തൈകളായിരുന്നു. അത് കുറേ എണ്ണം മാറ്റിക്കഴിഞ്ഞപ്പോൾ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഡ്രമ്മിലിട്ടേച്ചാണ്. അതവിടെ നിന്ന് വളർന്ന് ചെറിയ തൈകളാണ്. ആവശ്യം ഇടക്കിടക്ക് മഴയും പെയ്യും, ചെറിയ വെള്ളം നടിച്ച് കൊടുക്കുമായിരുന്നു ഞാൻ. ഇതിപ്പോൾ കാട് പോലെ ഇതുണ്ടോ, നല്ല വണ്ണമുള്ള ഇതായി മാറി. ഇതിൻ്റെ ഇവിടെ നിന്ന് തിങ്ങി നിൽക്കണമായിരുന്നു. ഇത് പറിച്ച് മാറ്റിയതാണ്. രണ്ട് കട മാത്രമാണ് മാറ്റിയേക്കുന്നത്, ബാക്കിയെല്ലാം ഇതിലുണ്ട്. അപ്പം ഇന്നിപ്പോൾ നേരം കിട്ടിയോണ്ട് ഓരോ കാര്യം ചെയ്യാമെന്ന് വെച്ചാണ്. ഇതൊക്കെ പറിച്ച് വേറെ ചട്ടിയിലാക്കണം. അതിന് ലാസ്റ്റ് ആദ്യം വന്ന കടയോട് ചേർന്നുള്ള തണ്ടുകളുണ്ട്, എത്ര മൂത്തിങ്ങനെ പോകും. ഇതൊക്കെ മാറ്റി രണ്ടാമത് ചട്ടിയിൽ നടണം. അതായത് ഫ്രഷായിട്ട് കിട്ടുള്ളൂ. വെയിൽ കൊണ്ട് വാടി തുടങ്ങി. ഇപ്പോൾ രണ്ട് മഴ കൊണ്ടാണിത് ഇത്തരം പച്ചപ്പ് വന്നേക്കണം. ഉണങ്ങിയേക്കണായിരുന്നു ശരിക്കും. അതിൻ്റെ ഓരോ ഇതിൻ്റെ കളർ കണ്ടറിയാം, തണ്ടിൻ്റെ കണ്ട വാടി വന്നതാണ്. മഴ പെയ്തപ്പോൾ അങ്ങോട്ട് എല്ലാം വീണ്ടും അങ്ങോട്ട് പച്ചപ്പായി. ഇപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് ഒരു കട പറിച്ചെടുത്താണ്. അതിൽ രണ്ട് തൈ വേറെ കിളിർത്ത് വന്നേക്കണുണ്ട്. അതൊക്കെ ഇനി പറിച്ച് മാറ്റി നടണം. അപ്പോൾ ഇത് പറിച്ച് നടണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നല്ല, വലിയ എല്ലാം കൂടി ഇങ്ങനെ തിങ്ങി ടൈറ്റായി നിൽക്കണമായിരുന്നു. അതൊക്കെ വലിച്ചെടുത്ത് കുത്തിയിട്ട് ഇനി ഇതിൻ്റെ വേരുകളുണ്ട്. വേര് നീളമുള്ള വേരാണ്. വേര് കംപ്ലീറ്റ് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കളയുക. നല്ല നീളം ഉണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇതുണ്ട്, ഇപ്പോൾ ഒരിപ്പല് പോലെ ഇത് പഴയ ഇലയാണ്. പറിച്ച് കളയരുത് ശരിക്കും. പറിച്ചെന്ന് വെച്ചാൽ ഇതായി പോകരുത്. വെറുതെ ഇങ്ങനെ എടുത്ത് റൗണ്ട് ചെയ്ത് കളയുന്നത് ഉണ്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്ത് പൊളിച്ച് കളഞ്ഞാൽ പോകുന്നത് കണ്ട. അല്ലെങ്കിൽ ഇതിനൊക്കെ കേടുവരും. ഇതൊക്കെ പിടിപ്പിക്കണത് കാണിച്ചത്. ഇതിന് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം വേണ്ടി ഇത് കേടാവും. അപ്പോൾ അതിന് മുമ്പ് പിടിപ്പിക്കുന്നത് ഈ ഒരു അരിക് ഇതിങ്ങനെ ഒന്ന് പൊളിച്ചു കൊടുക്കുക. കണ്ടോ, ഇത് പൊളിക്കുക. പൊളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്യാമറ ഇതുമാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ കാണിക്കേണ്ടത്. ഇതിങ്ങനെ അങ്ങോട്ട് രണ്ടേക്കും ഇതിങ്ങനെ പൊളിച്ചെടുക്കണ്ടേ. പോള പൊളിക്കുന്നത് പൊളിച്ചെടുക്കുക. വാഴപ്പോള പൊളിക്കുന്നത് കണ്ട. അത് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കിട്ടും കണ്ട. ഇപ്പോൾ ഇത് ഒടിഞ്ഞിട്ടുമില്ല, ഇതിൻ്റെ വെള്ളം ഒന്നും വീണിട്ടില്ല, കടയിൽ വീണിട്ടില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കുക. അതുപോലെ നമുക്ക് ആവശ്യമുള്ളത് കടയിൽ നിന്ന് ഇതേപോലെ തന്നെ പൊളിച്ചെടുത്താൽ മതി. ഇത് ശരിക്കും ഇങ്ങനെ വേറെ നിന്നില്ല, കത്തി കൊണ്ടല്ല കൈ കൊണ്ട് ഇതാക്കിയാൽ മതി. കണ്ടോ കണ്ടത് വീണ് വന്നോട്ടെ കേട്ടോ. കണ്ടോ പൊളിഞ്ഞ് വന്നോട്ടെ. പോള പോലെ എടുക്കുന്ന പൊളിഞ്ഞങ്ങോട്ട് പോരും. കണ്ടോട്ടെ, ഇതുണ്ട ഇപ്പോൾ എടുത്താണ്. അപ്പം ഇങ്ങനെ ചെയ്യാം. ഇനി പിന്നെ രണ്ടാമത് നമുക്കത് വേറെ ബക്കറ്റിലേക്ക് എടുത്ത് നടാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മാറ്റി വെക്കട്ടെ. ഇനി മണ്ണൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അത് മണ്ണ് ഇടണേക്കുമ്പോൾ വേറെ കാര്യം ചെയ്താൽ ഈ കരിയിലുണ്ട്, കരിയില ഇവിടെ മരത്തിൽ നിന്ന് കാറ്റുകൊണ്ട് വീണ ഇതുണ്ടായി ഇവിടെ. അപ്പോൾ അതുപോലെ നമുക്ക് ചേണിയാണെങ്കിലും എടുക്കട്ടെ. താഴത്തുള്ള ചേണികളുണ്ട് കണ്ട, ഈ പുരിപ്പല് പോലെയുള്ള ഇതൊക്കെ വാരിയിട്ടാലും മതി. നമ്മുടെ തട്ട് ക്ലീനാകുകയും ചെയ്യും. ഇലയൊക്കെ കണ്ട, ഇലയൊക്കെ ഇട്ടാലും മതി. ഇതിലോട്ട് ഇതൊന്ന് പൊടിച്ച് വെക്കുക, വെറുതെ ഒന്ന് പൊടിച്ച് ഇങ്ങനെ വെക്കും. നമുക്കിന്ന് ചേണി ഇറക്കാൻ വേണ്ടി പോവാം. ഞാൻ പെട്ടെന്ന് കയറി വന്നോണ്ടേ വേറെ ഒന്നും എടുക്കാൻ പറ്റിയ ബ്ലേഡ് അങ്ങനെയുള്ള ഒന്നും എടുത്തില്ല. എന്നിട്ട് ഇങ്ങനെ കൂട്ടിയെടുക്കണ്ട. ഉണ്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുകളിലെ തട്ട് ക്ലീനാകുകയും ചെയ്യും, ഒരു വളമാകുകയും ചെയ്യും. ഇനി ഇത്ര മതി. ഇനി നമുക്ക് കുറച്ച് മണ്ണെടുത്തിടാം. ഈ മണ്ണ് തന്നെ കുറച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ അലക്കിയെടുക്കുക, മിക്സ് ആക്കുക. കൂടുതലും ചെയ്യാനൊന്നുമില്ല, അതൊക്കെ എളുപ്പം പരിപാടിയാണ്. ഇപ്പോൾ വേറെ എല്ലാം കൂടി മിക്സ് ആയില്ലേ. എന്നിട്ട് ചെയ്യേണ്ടത് ഇവനങ്ങോട്ട് കട ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിങ്ങനെ വെക്കുക കേട്ടോ. ഇനി ഒരു മണ്ണിട്ട് മൂടണം.
മണ്ണ് ഇതിൻ്റെ തണ്ടിൻ്റെ അവിടം വരെ വരണ്ട, അതിന് താഴെ വരെ വന്നാൽ മതി. ഇടുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മണ്ണ് ഇവിടെ നിന്ന് എടുക്കലുണ്ട് ഞാൻ ഈ സൈഡിലൂടെ. അപ്പോൾ നമ്മൾ ആ കരിയിലുണ്ട്, തട്ടിന് മുകളിൽ ചേണി അത് ഉണങ്ങിയതുണ്ട്. പിന്നെ ഇനി ഇവരൊന്ന് വരുന്ന അമർത്തി കൊടുത്തേച്ചാൽ മതി. അധികം അമർത്തണ്ട, ഈ ചെടിയൊന്ന് അമർത്തി കൊടുക്കണം, കടല മൂല മാത്രം. പിന്നെ സ്റ്റഡി ആയിട്ട് നിർത്തണം, വളഞ്ഞു പോകും. ഞാൻ വെച്ചിട്ട് മൂലമായിട്ട് അമർത്തിയിട്ട് ഇത്രയുള്ള കാര്യം. ഇതങ്ങോട്ട് വെച്ച് ഇത്തിരി തണലത്ത് വെച്ചാൽ മതി, തണൽ വളർന്ന രീതിയിൽ വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇതൊന്ന് പറിച്ച് നടണത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ നോക്കുക.